ബാക്കി ആൾക്കാർക്ക് എവിടെ? ഉണ്ടാ. ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ വന്നേക്കാ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. കിട്ടിയ സമയത്ത് ഞാൻ വന്നത്. മേയറായതിനു പിന്നാലെ ആര്യ രാജേന്ദ്രൻ നിരവധി പ്രമുഖ ചാനലുകൾക്ക് അഭിമുഖങ്ങൾ നൽകിയിരുന്നു. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം അല്ലേ? അല്ലാം. ആ അഭിമുഖങ്ങളിൽ ഒന്നിൽ തനിക്ക് IPS കാരിയാകാനാണ് മോഹമെന്ന് ആവർത്തിച്ചു പറഞ്ഞ മേയർ പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അതായത് മേയർ ആര്യ രാജേന്ദ്രന് കണക്കിൽ 0 മാർക്ക് മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ R ശശികുമാർ പറയുന്നത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ക്യാമ്പയിൻ കമ്മിറ്റി അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് +2 കഴിഞ്ഞതിന് ശേഷം LBSൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗിൽ 1ാം സെമസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ പഠനം അവിടെ ഉപേക്ഷിച്ചു. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജേന്ദ്രന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. സാർ ഇങ്ങനെ മനസ്സാക്ഷിയില്ല സംസാരിക്കരുത് സാർ. ജാമ്യത്തിനൊന്നും ആളില്ല, വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് തൂക്കിക്കൊന്നേക്ക് സാർ. അതിനുശേഷം ആർട്സ് സയൻസ് കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിലെ ആവാൻ സാധ്യതയുള്ളൂ. എന്തായാലും മാത്തമെറ്റിക്സിന് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വാങ്ങി. ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് 0 മാർക്കാണെന്ന് കണ്ടത്. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? അതേപോലെ തന്നെ 2ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല. മലയാളം ഗദ്യ സാഹിത്യത്തിന് 100ന് 7 മാർക്കാണ് കിട്ടിയത്. ഗ്രഹനിലയും കൂടി അറിയാനുള്ളൂ അല്ലേ? അതും അറിയാം, ചിലപ്പോ ഞാനതൊന്നും തിരുത്തിയിടും. അപ്പോഴേക്ക് ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് കൈരളി ചാനൽ എടുത്ത ഇന്റർവ്യൂവിൽ IAS അല്ലെങ്കിൽ IPS ആകേണ്ട ഒരു പെൺകുട്ടിയെ പാർട്ടി നിർബന്ധിച്ച് മേയറാക്കിയിരിക്കുന്നു. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾ കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഞാൻ പോകുന്നു. ബൈ ബൈ.